ഹായ് ഗുയ്സ്, അങ്ങനെ മുംബൈയിലെ എൻ്റെ അവസാനത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവുമായ ഇന്ന് ആദ്യം നമ്മൾ പോകുന്നത് ബോംബെ ഹൈക്കോടതിയിലേക്കാണ്. ബാലഗംഗാധര തിലക് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചതും ഈ കോടതിയിൽ വെച്ചിട്ടാണ്. സ്വാതന്ത്ര്യത്തിനൊക്കെ മുമ്പ് ഗാന്ധിജി പ്രാക്ടീസ് ചെയ്ത ഒരു കോടതിയാണിത്. പല സ്വാതന്ത്ര്യ സമര സേനാനികളെയും വിചാരണ നേരിട്ടുകൊണ്ടിരുന്ന ഒരു ഹൈക്കോർട്ടും ആണിത്. ഇത്രയൊക്കെ പ്രാധാന്യമുള്ള ഒരു കെട്ടിടമാണ് നമ്മുടെ മുമ്പിൽ ഈ കാണുന്ന ഈ ബോംബെ ഹൈക്കോർട്ട്. ബോംബെയിലെ മറ്റെല്ലാ കെട്ടിടങ്ങളും പോലെ തന്നെ ഇതും കാണാൻ ഒരു കൊട്ടാരം പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഹൈക്കോർട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണുന്ന ഒരു മൈതാനമാണ് ഓവൽ മൈതാനം. ഒരുപാട് ക്രിക്കറ്റുകാർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ക്രിക്കറ്റ് കളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ബോംബെയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എവിടെയായിട്ട് നമുക്ക് ഗ്രൗണ്ടുകൾ കാണാൻ പറ്റും, അവിടെ എവിടെയായിട്ട് നമുക്ക് സ്റ്റേഡിയങ്ങൾ കാണാൻ പറ്റും. സ്പോർട്സിന് അവർ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു, എന്തുമാത്രം അവരതിനുവേണ്ടി കുട്ടികളെ പ്രിപ്പയർഡ് ആക്കുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അവിടെ പോയാൽ നന്നായിട്ട് മനസ്സിലാക്കാം. അടുത്തതായി പോയത് നമ്മുടെ താജ് ഹോട്ടലിലേക്കാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ താജ് ഹോട്ടൽ, താജ്മഹൽ പാലസ് ഹോട്ടൽ എന്നും താജ് ഹോട്ടൽ എന്നൊക്കെ അറിയപ്പെടും. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. അക്കാലത്തെ ഏറ്റവും വലിയൊരു ഹോട്ടലായിരുന്ന മുംബൈയിലെ ഒരു ഹോട്ടലായിരുന്നു വാട്സൺസ് ഹോട്ടൽ. ആ ഹോട്ടലിലേക്ക് നമ്മുടെ ജംഷഡ്ജി ടാറ്റ പോവുകയും അവിടെ വെള്ളക്കാർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കാവൽക്കാർ പുള്ളിയെ തടയുകയും ചെയ്തു. അന്ന് പുള്ളി പ്രതിജ്ഞയെടുത്തു, ഇതിനെ വെല്ലുന്ന ഒരു ഹോട്ടൽ ഈ മുംബൈയിൽ തന്നെ ഉണ്ടാക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും അങ്ങനെ നിർമ്മിച്ച ഒരു ഹോട്ടലാണ് നമ്മുടെ താജ് ഹോട്ടൽ. 2008 മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ ഒരു മെയിൻ സ്പോട്ട് ഇതായിരുന്നു. മുംബൈ ഈ ഭീകരർ വന്ന് ആക്രമിച്ച ഒരു മെയിൻ സ്പോട്ട്. ഇവിടെ ആളുകളെ രക്ഷിക്കുന്ന ആ ഒരു ദൗത്യത്തിനിടയ്ക്കാണ് നമ്മുടെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ വിട പറഞ്ഞത്. ഈ ഇത് നേരെ കടലിനെ ഫേസ് ചെയ്യുന്ന രീതിക്കാണ് ഇതിരിക്കുന്നത്. അപ്പോൾ കടലിൽ നിന്ന് ഡയറക്റ്റ് ഭീകരർ കയറുകയും അവർ നേരെ ആക്രമിക്കുമായിരുന്നു. 5-6 സ്പോട്ട് ഉണ്ടായിരുന്നു അവർ മുംബൈയിൽ തന്നെ അവർ ആക്രമണം നടത്തിയത്. അതിൽ മെയിനായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ താജ് ഹോട്ടൽ. താജ് ഹോട്ടൽ കടലിനെയും ഫേസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉള്ളത്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറയാനാണെങ്കിൽ അതിനകത്തോട്ട് ഇങ്ങനെ കയറിപ്പോകുമ്പം നല്ല തിരക്കാണ്. അതിനകത്തോട്ട് ഇങ്ങനെ കയറിപ്പോകുമ്പം തന്നെ ആളുകൾ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ ക്യാമറയും വെച്ചിട്ട് നമ്മുടെ ഫോട്ടോ അപ്പം തന്നെ എടുത്ത് പ്രിൻ്റ് അവർ കയ്യിൽ തരും. അതവർ സോഫ്റ്റ് കോപ്പിയാണ് തരുന്നതെങ്കിൽ നമ്മൾ 20 രൂപ കൊടുക്കണം. അത് ഫോണിൽ അയച്ചു തരും. അല്ല കയ്യിൽ പ്രിൻ്റ് നമുക്ക് വേണമെങ്കിൽ 30 രൂപ കൊടുത്താൽ മതി. അവർ നമ്മുടെ ഫോട്ടോ എടുത്ത് തന്ന് 30 രൂപയ്ക്ക് ഒരു ഫോട്ടോ തന്നിട്ട് പോകും. പിന്നെ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണുമ്പോൾ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുമെങ്കിലും അടുത്തോട്ട് പോകുമ്പോൾ അതിൻ്റെ വലിപ്പം നല്ല വലിപ്പമാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ സമയത്ത്, ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രിൻസ് ജോർജ്, ബ്രിട്ടീഷ് എംപറർ ആയിട്ടുള്ള ജോർജ് ഇവിടെ വരെയും പുള്ളിയും പുള്ളിയുടെ വൈഫും ഇവിടെ വന്ന് സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവർ പണി കഴിപ്പിച്ചതാണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അത് അകത്ത് നല്ല കൊത്തുപണികളും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു ഇതാണ്. അന്നത്തെ കാലത്ത് 21 ലക്ഷം രൂപയായി ഇത് പണി കഴിപ്പിക്കാനായിട്ട്. 1900 ആ ഒരു റേഞ്ചാണ്. ആ സമയത്ത് 21 ലക്ഷം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുംബൈയിലെ ലാസ്റ്റത്തെ ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് എലിഫൻ്റ കേവ്. എലിഫൻ്റ കേവിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ബോട്ട് ടിക്കറ്റ് എടുക്കണം. അതിന് 260 രൂപയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും 260 രൂപ. മീൻസ് ഒരിക്കൽ നമ്മൾ ടിക്കറ്റ് എടുത്താൽ മതി. ആ ടിക്കറ്റിൽ നമുക്ക് അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. ഒരാൾക്ക് 260 രൂപ എടുക്കണം. പിന്നെ 1 അവറോളം ട്രാവലുണ്ട്. ഇത് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ബോട്ടിൽ കയറി 1 മണിക്കൂറോളം ഉണ്ട് അങ്ങോട്ടേക്ക്, അതുപോലെ തിരിച്ചുകൊണ്ട്. ഈ 2 സൈഡിലേക്കും വേണ്ടിയിട്ടാണ് നമ്മൾ 260 രൂപ കൊടുക്കുന്നത്. പിന്നെ കടലിലൂടെയുള്ള യാത്ര വളരെ രസകരമായിരുന്നു. സീഗൾസ് ഉണ്ട്, അതിൽ എഴുതി വച്ചിട്ടുണ്ട് സീഗൾസിന് നമ്മൾ ഫുഡ് കൊടുക്കാൻ പാടില്ല എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ബട്ട് ആളുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു.
ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് സ്ത്രീകളിങ്ങനെ പറന്ന് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ കൊത്തിയെടുത്തുകൊണ്ട് പോകും. അതൊക്കെ കാണാൻ പക്ഷെ നല്ല രസമാണ്. അതുപോലെ തന്നെ അവിടെയായിട്ട് ഇതുപോലെ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഈ ബോട്ടിൽ തന്നെ കുപ്പിവെള്ളം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ, നമ്മുടെ ലേസ് ഒക്കെ പോലത്തുള്ള സാധനങ്ങൾ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ബോട്ടിലോട്ട് കയറ്റി അവിടെ നിന്ന് വീണ്ടും അടുത്ത് നമ്മൾ ഐലൻഡിലോട്ട് ഇറക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ കുറച്ച് ദൂരമുണ്ട്, നല്ല ദൂരമുണ്ട്. നമ്മൾ ആ എലിഫന്റ് കേവിലോട്ട് പോകണമെങ്കിൽ ഒരിച്ചിരി നടക്കാനുണ്ട്. അവിടെ നിന്ന് നടക്കാൻ നല്ല ദൂരമുണ്ട്. അപ്പോൾ നടക്കാനായിട്ട് വയ്യ അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഒക്കെയാണെങ്കിൽ നമുക്ക് ടോയ് ട്രെയിൻ ഉണ്ട്. ടോയ് ട്രെയിനിൽ 18 രൂപയാണ് അതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. പിന്നെ നടക്കാൻ വയ്യെന്ന് മാത്രമല്ല, അല്ലാണ്ട് ഒരു പുതിയ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും കയറാം. അങ്ങനെ ഞങ്ങൾ എന്തായാലും ടോയ് ട്രെയിനിൽ കയറി. 18 രൂപയായിരുന്നു. അതിൽ കയറിയിട്ടാണ് പോയത്. പിന്നെ 2 സൈഡിലുമായിട്ട് ഫുള്ള് കടകളാണ്. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. തൊപ്പി, ഗ്ലാസ്, പെർഫ്യൂം, എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട്. അങ്ങനെ പക്ഷേ ടോയ് ട്രെയിനിൽ കയറുമ്പം ആരും ഇങ്ങനെ ടിക്കറ്റ് ഒന്നും ചോദിച്ചില്ല കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കുക, അതിനകത്ത് കയറുന്നു. അതുകൊണ്ട് ഒരു നടക്കാനുള്ള ദൂരം തന്നെയാണ്, എന്നാലും അതുകൊണ്ട് ഇങ്ങനെ വൺ സൈഡ് ജസ്റ്റ് ഒന്ന് പോയി അവിടെ കൊണ്ടുവിടും. എന്നിട്ട് തിരിച്ചു വരാനും ആ ഒരൊറ്റ ടിക്കറ്റിൽ തന്നെ നമുക്ക് തിരിച്ച് കയറാം. എന്തായാലും അവർ ടിക്കറ്റ് എന്തായാലും നോക്കിയില്ല, പക്ഷെ അതിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് കയറുന്നത്. അപ്പോൾ 2 സൈഡിനേക്ക് വേണ്ടിയിട്ടാണ് 18 രൂപ. പിന്നെ അതും പക്ഷെ കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അങ്ങനെ ഒരു സ്ഥലം കണ്ട് നമുക്ക് അത്രയും ദൂരം പോകാം. അവിടെ കുറെ നടന്നു പോവുകയാണെങ്കിൽ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി സാധനങ്ങൾ വാങ്ങിച്ച് നടക്കാനും പറ്റും. ടോയ് ട്രെയിൻ ഇറങ്ങി നടന്നു കഴിയുമ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കും. 5 രൂപയോ മറ്റോ ആണ്. അത് ആ ഐലൻഡിലേക്ക് നമ്മൾ കിടക്കുന്നതിനുള്ള ടിക്കറ്റാണ്. എന്നാൽ നമ്മൾ കേവിൽ എത്തിക്കഴിഞ്ഞാൽ, എലിഫന്റ് കേവിൽ എത്തിക്കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ടിക്കറ്റ് എടുക്കും. ഇവിടെ ജസ്റ്റ് അല്ലാണ്ട് ഈ ഐലൻഡിൽ കയറാനാണ്. ഇവിടെ കൂടെ നടക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ നല്ല ദൂരമുണ്ട്. ഇതുപോലെ തന്നെ ഓരോ സൈഡിലും ഓരോ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കഴിക്കാനാണെങ്കിൽ ഫുഡിൻ്റെ കടകളുണ്ട്. എല്ലാ ടൈപ്പ് സാധനങ്ങളുടെയും കടയുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും കണ്ട് വാങ്ങിച്ച് പോവാം. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കുറച്ച് സീനാണ്, അതുകൊണ്ട് ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് ബാഗ് സേഫാക്കി വച്ചില്ല എങ്കിൽ പണിയാണ്. കാരണം ആ ബാഗും ചുമന്നുകൊണ്ടാണ് നമ്മൾ നടന്നത്. അതുമാത്രമല്ല, നമുക്ക് ഏറ്റവും വലിയൊരു കഷ്ടമെന്ന് പറയുന്നത്, കാരണം ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് കയറാനുണ്ട്. ആ സ്റ്റെപ്പ് കയറി ഇത് എപ്പോൾ എത്തും എന്ന് ആലോചിച്ച് കയറുന്ന ഒരു അവസ്ഥയാണ്. ആദ്യം കുറേ നിരപ്പായ സ്ഥലമാണ്, അത് കഴിഞ്ഞ് പിന്നെ സ്റ്റെപ്പായിട്ട് കയറി അങ്ങ് പോവുമായിരുന്നു. കയറ്റം പോലെയൊക്കെയാണ്, അങ്ങ് കയറിയാണ് നമ്മൾ പോകുന്നത്. അപ്പം നടക്കാനുണ്ട്, നല്ല ദൂരം നടക്കാനുണ്ട്. അപ്പം നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ, കൈമുട്ടിനൊക്കെ കൈമുട്ടിന് പ്രശ്നമുണ്ടെങ്കിൽ സീനില്ലായിരിക്കും. കാൽമുട്ടിനൊക്കെ പ്രശ്നമുള്ളവരൊക്കെയാണ് നടക്കുന്നത്. അത് ആലോചിച്ച് വേണം പോവാനായിട്ട്. ഈ ശബരിമലയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ അമ്മൂമ്മമാരെ അപ്പൂപ്പന്മാരെയൊക്കെ ചുമന്നുകൊണ്ട് പോകുന്ന ടൈപ്പ് സെറ്റപ്പ് ഉണ്ടല്ലോ, അതെന്തായാലും ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിന് പൈസ കൊടുത്ത് അതിൽ കൊണ്ടുപോകുമായിരിക്കും ഈ നടക്കാൻ സീനുള്ളവർക്കൊക്കെ. പിന്നെ ഇതിൻ്റെ 2 സൈഡിലും ഇതുപോലെ, 2 സൈഡിലല്ല, ഇവിടെ കുരങ്ങിൻ്റെ ശല്യം നന്നായിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. സോ നല്ലപോലെ കുരങ്ങിൻ്റെ ശല്യമുണ്ട്. പിന്നെ ഫുഡ് നമ്മൾ കൊടുക്കുകയാണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ നോക്കി ഗ്രാ എന്നൊക്കെ ആക്കും. ഭയങ്കര ഉപദ്രവിക്കാനുള്ള ചാൻസും ഉണ്ട്.
എനിക്ക് നൈസായിട്ടൊരു പണി കിട്ടി. എന്നെ ഒരെണ്ണം കടിക്കാനായിട്ട് ഓടിച്ചായിരുന്നു. ഞാൻ നന്മമരം കളിക്കാൻ പോയതായിരുന്നു. അതിന് പെപ്സിയുടെ കുപ്പിയുടെ അടപ്പ് തുറക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നൈസായിട്ടൊന്ന് അടപ്പ് തുറക്കാൻ സഹായിച്ചതായിരുന്നു. അതപ്പോഴേക്കും എന്നെ കടിക്കാൻ ഓടിച്ചു. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ട് ഓടിയെന്ന് വേണമെങ്കിൽ പറയാം. സോ അവിടെ കുരങ്ങിൻ്റെ ശല്യവും നന്നായിട്ടുണ്ട്. കുരങ്ങന്മാരെയൊക്കെ കണ്ട് ഇതുപോലെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരുപാട് കുരങ്ങന്മാരുണ്ട്. കണ്ട് പോകാം. അതൊക്കെ നല്ല ഒരു രസമാണ്. ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ പേരാണ് ദബേലി. ഇതൊരു 20 രൂപയാണ്. വടാപ്പാവ് 15 രൂപ, അങ്ങനെയൊക്കെയുള്ള സാധനത്തിനൊക്കെ 15 രൂപയാണ്. എന്നെക്കാളും വലിയൊരു ബാഗും ചുമന്നുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. ഡോണ്ട് അണ്ടർഎസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ ഗേൾ എന്നും പറഞ്ഞിട്ട് നടക്കുകയാണ്. ഈ സ്റ്റെപ്പെല്ലാം ഈ ബാഗും ചുമന്നിട്ടാണ് നടന്നത്. ഈ മുംബൈ മുഴുവൻ ഇത്രയും നാൾ ചുറ്റിയതും ഈ ബാഗും ചുമന്നുകൊണ്ടാണ്. വീണ്ടും സ്റ്റെപ്പ് കയറാനുണ്ട്. സ്റ്റെപ്പ് കയറിയിട്ടും നിന്നില്ല. ഇനി സ്റ്റെപ്പ് കയറി വീണ്ടും നമ്മൾ മുകളിൽ പോകണം. അവസാനം എങ്ങനെയൊക്കെയോ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഇനി ടിക്കറ്റ് എടുത്ത് വീണ്ടും മുൻപോട്ട് പോകണം. 40 രൂപയാണ് അതിനകത്തേക്ക് കയറാനായിട്ട് നമ്മളടുത്ത് ടിക്കറ്റ് കൊടുക്കേണ്ടത്. എലിഫൻ്റ് കേവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഒരു ഗുഹാക്ഷേത്രമാണ്. പണ്ട് കാലത്ത് അതൊരു ദ്വീപാണ്. ദ്വീപിലുള്ള കുറച്ച് ഗുഹാക്ഷേത്രങ്ങളുള്ള സ്ഥലമാണ്. പണ്ട് കാലത്ത് അതിൻ്റെ പേര് അഗ്രഹാരപുരി എന്നായിരുന്നു. പിന്നെ അത് ഗാരാപുരിയായി. അതിനുശേഷം പോർച്ചുഗീസുകാർ വന്ന് അവരിട്ട പേരാണ് എലിഫൻ്റ് കേവ്. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കയറിപ്പോയ സമയത്ത് അവരാദ്യം കാണുന്നത് ഒരു വലിയ ആനയുടെ ശില്പമാണ്. ഒരു വലിയ ശില്പമായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ അവരുടെ നാട്ടിൽ എലിഫൻ്റ് എന്നാണ് ആനയെ പറയുന്നത്. അങ്ങനെ അവർ കൊടുത്ത പേരാണ് എലിഫൻ്റ് കേവ്. ഇതിനുശേഷം ബ്രിട്ടീഷുകാർ ഇവിടെ വരികയും ബ്രിട്ടീഷുകാർ ഇത് കണ്ട് ബ്രിട്ടീഷുകാർ ഈ എലിഫൻറ്റിൻ്റെ ആ ഒരു ശില്പത്തെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഇത്രയും വലിയൊരു ശില്പത്തിനെ ക്രെയിനിന് താങ്ങിയെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ ആ ശ്രമം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ എലിഫൻറ്റിൻ്റെ ശില്പം മുംബൈയിലെ തന്നെ ബൈക്കുളയിലെ മ്യൂസിയത്തിൽ ഇരിക്കുകയാണ്. അതിനുശേഷവും ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഒക്കെ പല സമയം ഇവിടെ വരികയും ഇവിടുത്തെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും ശില്പങ്ങളെ പകുതിയോളം തകർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ശില്പങ്ങളുണ്ട്. ഈ എലിഫൻ്റ് കേവിൽ 7ഓളം ഗുഹകളുണ്ട്, കേവ്സ് ഉണ്ട്. അതിൽ തന്നെ ഇതിൻ്റെ ഒരു മെയിൻ അറയുണ്ട്. മെയിൻ അറയുടെ സൈഡിലായിട്ട് 2 ചെറിയ അറയുണ്ട്. പിന്നെ അങ്കണങ്ങളുണ്ട്. പിന്നെ കുറച്ച് ക്ഷേത്രങ്ങളുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി. ഇതൊരു ശിവക്ഷേത്രമാണ്. ശിവൻ്റെ തന്നെ ആരാധകരെന്ന് പറയുന്ന രാവണൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിമകൾ ശില്പങ്ങൾ ഇവിടെ വച്ചിട്ടുണ്ട്. ഇവിടുത്തെ ശില്പങ്ങളുടെ ഒരു പ്രത്യേകതയെന്ന് പറയുമ്പോൾ മിക്കതും ഒറ്റക്കല്ലിൽ തീർത്ത ശില്പങ്ങളാണ്. അത്രത്തോളം കരവിരുതുള്ള ആൾക്കാരാണ് അന്ന് കാലത്ത് ജീവിച്ചിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കാരണം ഇപ്പോഴും അതൊക്കെ എങ്ങനെയാണ് അവർ നിർമ്മിച്ചത്, ആ കാലത്ത് എങ്ങനെയൊക്കെയാണ് നിർമ്മിച്ചത് എന്ന് കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യ, അന്നവരുപയോഗിച്ച സാങ്കേതിക വിദ്യ എന്താണെന്ന് ഇന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് തന്നെ ഒറ്റക്കല്ലിൽ തീർക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത്രയും വലിയ ഭാരമുള്ള കല്ലുകൾ ചുമന്നുകൊണ്ട് വരണം. അങ്ങനെ ചുമന്നുകൊണ്ട് വരണമെങ്കിൽ നമ്മളെക്കാളും വിശ്വസിക്കപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാളും ഹൈറ്റുള്ള മനുഷ്യരായിരിക്കണം, നമ്മളെക്കാളും 3 ഇരട്ടിയോളം വെയിറ്റുള്ള മനുഷ്യരായിരുന്നിരിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് ഹൈറ്റൊക്കെ ചുമന്നുകൊണ്ട് വരാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അറിയില്ല, അല്ലെങ്കിൽ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തോ ഒരു ടെക്നോളജി അന്ന് അവർ ഉപയോഗിച്ചിരിക്കാം, കാലഹരണപ്പെട്ടു പോയ ഒരു ടെക്നോളജി. എന്തായാലും അവിടുത്തെ ശില്പങ്ങൾ ഇപ്പോഴും പകുതിയോളം നശിച്ച രീതിയിലുണ്ട്, അല്ലാത്തതും ഉണ്ട്. പിന്നെ ഇവിടെ ഓരോ സ്ഥലങ്ങളിലും ശിവലിംഗം വച്ചിട്ടുണ്ട്. പിന്നെ എവിടെയെങ്കിലും ഒരിടത്തൊരു ഹോള് കാണുകയാണെങ്കിൽ അവിടെ കൂടെ എത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കാണാൻ പറ്റും. ആ താഴെ കുളമാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സെറ്റപ്പ് കാണാൻ പറ്റും. ഇവിടെ വീഡിയോ എടുക്കൽ ഈസ് എ ടാസ്ക്. ബിക്കോസ് 2-3 പ്രാവശ്യം എനിക്ക് വഴക്ക് കിട്ടി.
ഈ കുരങ്ങാണ് കുയിസിനെ കടിക്കാൻ ഓടിച്ചത്. ഇത് കുപ്പി തുറക്കാൻ കഷ്ടപ്പെടുന്നതുകൊണ്ട് പാവം ഞാൻ കുപ്പി ഒന്ന് തുറന്നു കൊടുക്കാൻ പോയതായിരുന്നു. അപ്പോഴേക്കും അതെന്നെ കടിക്കാൻ ഓടിച്ചു. ഞാൻ ഓടി തട്ടിക്കൊടുത്തു. ഇവിടെ ഒരു ഗുഹ പോലത്തെ ഇത് കണ്ടിട്ട് നമ്മൾ ഇറങ്ങി കുറച്ച് നടക്കുമ്പോൾ മുമ്പേ കണ്ട അതേപോലത്തെ ഒരിത് നമുക്ക് വീണ്ടും അടുത്തത് കാണാൻ പറ്റും. എനിക്ക് ആക്ച്വലി കൺഫ്യൂഷൻ ആയിരുന്നു നേരത്തെ കണ്ട അതേ സാധനമാണെന്ന്. പക്ഷെ അകത്ത് കയറുമ്പോൾ മനസ്സിലാവും അതല്ല, വേറെ സാധനമാണെന്ന്. അങ്ങനെ ഇവിടെ ഒരു 5-6 സ്ഥലങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ട്. നേരെ നടന്ന് നടന്ന് കാണാൻ പറ്റുന്ന രീതിക്ക്. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും നമ്മൾ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ തന്നെ അവർ കൊണ്ടുവിടും. ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പോയപ്പോൾ അത്രയും തിരക്കില്ലായിരുന്നു. പക്ഷേ ക്യൂ ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് നേരെ ടിക്കറ്റ് എടുത്തിട്ട് പോയായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനെ റോഡ് വരെ നീണ്ടു കിടക്കുന്ന ക്യൂ ആണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കണ്ടത്. ഇവിടുന്ന് 5 മണി വരെ എന്തോ ഇങ്ങനെ ബോട്ട് സർവീസ് ഉണ്ട്. അതിനുശേഷം പിന്നെ കയറാൻ പറ്റത്തില്ല. രാവിലെ നമ്മൾ പോയപ്പോൾ ഇത്രയും ക്യൂ എന്തായാലും ഇല്ലായിരുന്നു. തിരിച്ചു വന്നപ്പോൾ നമ്മൾ ക്യൂവിലേ നിൽക്കേണ്ടി വന്നില്ല. തിരിച്ചു വന്നപ്പോൾ ഒരു വലിയ ക്യൂ, അങ്ങ് റോഡ് വരെ നീണ്ടു കിടക്കുന്ന ക്യൂ ആണ്. ഇവിടുന്ന് നേരെ ഇറങ്ങി ബസ് കയറാൻ പോയപ്പോൾ ഇങ്ങനെ വേറൊരു വലിയ ക്യൂ കണ്ടു. ആ ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് കയറാൻ വേണ്ടിയിട്ടാണ്. ബസ് വന്ന് നിൽക്കുമ്പോൾ ആ ക്യൂവിൽ തന്നെ കണ്ടക്ടർ വന്ന് ടിക്കറ്റ് എടുക്കും. ബസ് വന്ന് നിൽക്കുമ്പോൾ കുറച്ച് പേര് അതിനകത്ത് കയറും. ആ ബസ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത ബാക്കിൽ കിടക്കുന്ന ബസ് വന്ന് ഫ്രണ്ടിൽ നിൽക്കും. വീണ്ടും ആളുകൾ കയറണം. ഒരു ടാക്സിയിലും ഇതുപോലെ ക്യൂ ഉണ്ട് ഇങ്ങനെ കയറി പോകാനായിട്ട്. അതുപോലെ തന്നെ നടന്നു വരുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു ബസ്സിനകത്ത് ടോയ്ലറ്റ് സെറ്റപ്പ് കണ്ടത്. ഇത് സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിനകം ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂം ഉള്ളത് തന്നെയാണ്. നമ്മുടെ ഇവിടെയൊക്കെയാണെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പിലോ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒക്കെ പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ എപ്പോഴും റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ വൃത്തി കാണണമെന്നില്ല. പക്ഷേ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വാഷ്റൂംസ് ഉണ്ട്. അതാണെങ്കിൽ നല്ല അത്യാവശ്യം വൃത്തിയും ഉണ്ട്. ട്രെയിനിന് ഇനിയും സമയമുള്ളതുകൊണ്ട് വെറുതെ റോഡിലൂടെ നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഫ്രീ എൻട്രി ആണെന്ന് കണ്ടപ്പോൾ വെറുതെ കയറി. അത് മഹാരാഷ്ട്രയുടെ കുറിച്ചുള്ള അവരുടെ സാംസ്കാരിക എന്തോ ഒരു ഉത്സവം നടക്കുകയാണ്, ഒരു മേള നടക്കുകയായിരുന്നു. ഫ്രീ ആയിട്ടായിരുന്നു, ആർക്ക് വേണോ കയറി കാണാം. എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുകയായിരുന്നു. പിന്നെ അധികം സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങി. അങ്ങനെ കുറേ സമയം കറങ്ങിയൊക്കെ നടന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകായിരുന്നു. രാത്രി 8:30-ക്കായിരുന്നു ട്രെയിൻ. ഛത്രപതി ശിവജി ടെർമിനലിൽ നിന്നിട്ടാണ് നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ വേറെ കൊട്ടാരമാണ് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇതാണ് അവിടുത്തെ ഈ CST അല്ലെങ്കിൽ ഛത്രപതി ശിവജി ടെർമിനൽ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനാണ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പുറത്ത് നോക്കുമ്പോൾ കൊട്ടാരം പോലെയൊക്കെയാണ്, ലൈറ്റൊക്കെ ഇട്ട് സെറ്റാണ്. അകത്ത് കയറി കഴിയുമ്പോൾ നമ്മുടെ സാധാരണ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയാണോ അതുപോലെയാണ്. ഇവിടെ നിന്ന് ആളുകൾ കുറേ പേരൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. നല്ലൊരു സ്പോട്ടാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് ജസ്റ്റ് ആളുകൾക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലൊരു പാർക്ക് പോലെ ഫ്രണ്ടിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇരുന്നുകൊണ്ട് എല്ലാവരും ഇവിടെ നോക്കി ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ബട്ട് ഇതിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നമ്മുടെ സാധാരണ റെയിൽവേ സ്റ്റേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ. ട്രിവാൻഡ്രം എക്സ്പ്രസ് ട്രെയിനിലാണ് ഞാൻ കയറുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8:30-ക്ക് രാത്രി ഈ CST ടെർമിനലിൽ നിന്ന് എടുക്കണം. അതാണ് ടൈമിംഗ്. പിന്നെ AC ആയിരുന്നു. ഇങ്ങോട്ട് വന്നത് നമ്മൾ സ്ലീപ്പറിലായിരുന്നു. 752 രൂപ. അങ്ങോട്ട് പോകുന്നത് AC-യിലാണ്. 1900 സംതിങ് രൂപയാവും. 2000 അടുപ്പിച്ചിട്ടാവും അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഈ ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയൊക്കെ ഉണ്ട്. കാരണം AC ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കും. പക്ഷേ നന്നായിട്ട് നിർത്തിയാണ് പോയത്. അങ്ങനെ 8 അവർ ലേറ്റ് ആയിട്ടാണ് ഞാൻ തിരിച്ച് നാട്ടിലെത്തിയത്. അതും നിർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീരെ കടയൊന്നും ഇല്ലാത്ത സ്ഥലം നോക്കിയേ നിർത്തുള്ളൂ. അതുകൊണ്ടൊന്നും വാങ്ങിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല. പിന്നെ ഈ ട്രെയിൻ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കുറേ കൂട്ട് കിട്ടി. ഒരു രാജസ്ഥാനി അങ്കിൾ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മലയാളി അങ്കിൾ ഉണ്ടായിരുന്നു, പിന്നെ ഒരു തമിഴ് കുഞ്ഞിൻ്റെ അപ്പൂപ്പനും കുഞ്ഞിൻ്റെ മാമനും ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ബാംഗ്ലൂരിലെ കുഞ്ഞിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് കളിച്ച് ചിരിച്ച് ഫുഡൊക്കെ ഷെയർ ചെയ്ത് നല്ല രസമായിട്ടായിരുന്നു. ഇത്രയും ടൈം ലേറ്റ് ആയാലും ട്രെയിൻ ഇങ്ങനെ ലേറ്റായി പോകുന്നെങ്കിലും ഇത്രയും കമ്പനി ഉള്ളതുകൊണ്ട് നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, കളിച്ചും ചിരിച്ചും ഒക്കെ.
പക്ഷേ അവസാനം ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴേക്കും ഇവർ പലരും, ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ട് കണ്ണു തുറന്നപ്പോഴേക്കും ആരെയും കാണാനില്ല, സീറ്റ് ഫുള്ള് കാലിയായിരുന്നു. ഉറങ്ങിക്കിടക്കുന്നതുകൊണ്ട് ആരും ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വെച്ച് പോയി. പക്ഷെ ഒന്ന് ബൈ പോലും പറയാതെ നമ്മൾ ഇത്രയും നേരം നിന്നിട്ട് ബൈ പോലും പറയാതെ പോകുമ്പോൾ ഇനി കാണാനും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മുംബൈ ട്രിപ്പ് അവസാനിച്ച് നമ്മൾ വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. വീട്ടിൽ കയറിയപ്പോൾ എപ്പോഴത്തെയും പോലെ 1 മണിക്കൂർ യാത്രയാണെങ്കിലും ശരി, 1 മാസത്തെ യാത്രയാണെങ്കിലും ശരി, ഇതുപോലത്തെ ഒരു റിയാക്ഷനോട്ട് സ്വീകരിക്കാൻ നമ്മുടെ ഇപ്പുറക്കുട്ട അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതുപോലെ വീണ്ടും വെറുപ്പിച്ച് പണ്ടാരം അടക്കാനായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ടാറ്റ ബൈ ബൈ ഉമ്മ.